Hello everyone, welcome to my classes. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ UGC NET പേപ്പർ 1 250 PYQ സീരീസിൻ്റെ ഭാഗമായിട്ട് മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെ ടൈം ആൻഡ് വർക്ക് അതുപോലെ ആവറേജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി നടന്നിട്ടുള്ള UGC NET എക്സാമിന് പല ഷിഫ്റ്റുകളിലായിട്ട് മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെ ടൈം ആൻഡ് വർക്ക് അതുപോലെ ആവറേജ് എന്നീ ഏരിയാസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈം ആൻഡ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 8 days ആൻഡ് അനദർ മാൻ ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 10 days. ഹൗ ലോങ് ഷുഡ് ഇറ്റ് ടേക്ക് ബോത്ത് എ ആൻഡ് ബി വർക്കിംഗ് ടുഗെദർ ബട്ട് ഇൻഡിപെൻഡൻ്റ്ലി? സോ നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, രണ്ട് പേര്, ഒരാൾ നമുക്ക് എ എന്ന് പറയാം, ഒരാൾ ബി എന്ന് പറയാം. എ എന്ന് പറയുന്ന ആൾ ഒരു പെർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 8 days ആണ് എടുക്കുന്നത്. എന്നാൽ ബി എന്ന് പറയുന്ന ഒരാൾ ആ സെയിം എമൗണ്ട് ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 10 days ആണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വർക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും? അപ്പം അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിക്കുന്നത്. അപ്പം നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 6 days, ഓപ്ഷൻ ബി 4/9 days, സി 1/5 days and D 1/2 days. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, അതായത് എ എന്ന് പറയുന്ന ഒരാൾ ആ ഒരു പെർട്ടിക്കുലർ വർക്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പണ്ട് ഫ്രാക്ഷനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താ പറയുക, ഒരു കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യില്ലേ, അതായത് ഒരു കേക്കിനെ 8 pieces ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് 1/8 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അതുപോലെ ഇവിടെ നമുക്ക് ഈ ഒരു വർക്കിനെ നമുക്കൊരു കേക്കിൻ്റെ ഷേപ്പിലുള്ള ഒരു വർക്കാണെന്ന് വിചാരിക്കുക, സർക്കിൾ ഷേപ്പിലുള്ള വർക്ക് നമ്മൾ വിചാരിക്കാൻ കേട്ടോ, നമ്മൾ അസ്യൂം ചെയ്യാണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ വർക്ക് എ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 8 days ആണ്. ഓക്കെ, 8 days ആണ് ആ ഒരു വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8 days ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 1/8 ആയിരിക്കും അല്ലേ. ഇനി അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ആൾ ആ ഒരു പെർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്നത് 10 days ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/10 ആയിരിക്കും അല്ലേ. അപ്പോൾ അത് രണ്ടാണ് ഇവിടെ ആൻസർ ആയിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത്. എമൗണ്ട് ഓഫ് വർക്ക് എ ക്യാൻ ഡു എന്ന് പറയുന്നത് ഇൻ 1 day എന്ന് പറയുന്നത് 1/8 ആണ്. അതുപോലെ എമൗണ്ട് ഓഫ് വർക്ക് ബി ക്യാൻ ഡു ഇൻ 1 day എന്ന് പറയുന്നത് 1/10 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. എത്രയാണ് ചെയ്യുക? എ ചെയ്യുന്ന വർക്കും ബി ചെയ്യുന്ന വർക്കും കൂടി ആഡ് ചെയ്യണം. അതായത് 1/8 + 1/10. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 18/80 എന്ന് കിട്ടും, 18/80 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ആ ഒരു എമൗണ്ട് ഓഫ് വർക്കാണ് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്, 18/80 വർക്ക്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ടോട്ടൽ വർക്ക് എത്രയാണ്? 80 ആണ് വരുന്നത് അല്ലേ. 18/80 വർക്കാണ് എയും ബിയും കൂടി ഒരു ദിവസം ചെയ്യുന്നതെങ്കിൽ അവരുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 80 ആണ്, 80 ആണ് അല്ലേ. ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു 80 ആണ്. എയും ബിയും കൂടിയിട്ട് ഒരു ദിവസം ചെയ്യുന്നത് 18/80 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം പിടിക്കും ഈ ഒരു വർക്ക് 80 എന്ന് പറയുന്ന ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? അപ്പോൾ നമുക്കറിയാം, ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ രണ്ടുപേരും കൂടി വർക്ക് ചെയ്യുമ്പോൾ 18 വർക്ക് കംപ്ലീറ്റ് ചെയ്യും, പ്ലസ് രണ്ടാമത്തെ ദിവസം വർക്ക് ചെയ്യുമ്പോൾ 18 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ 18 + 18 36 വർക്ക് കംപ്ലീറ്റ് ആയിട്ടോ. ഇനി തേർഡ് ഡേ രണ്ടുപേരും കൂടി വർക്ക് ചെയ്യുമ്പോൾ പ്ലസ് 18 കൂടി വരും. അപ്പോൾ എത്ര വരും? അപ്പോൾ 54 വർക്ക് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഡേ വരും, രണ്ടുപേരും കൂടി വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെയും 18 വരും, ആഡ് ആവും. അപ്പോൾ എത്ര വരും? 72 വരും അല്ലേ. ഇനി നെക്സ്റ്റ് ഡേ വന്നിട്ട് 18 ചെയ്യാനില്ല, അപ്പോൾ 90 ആയി പോകും. ആകെ നമ്മുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ ഇവർ 4 days രണ്ടുപേരും ഫുള്ളി വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 4 days കിട്ടി. ഇനി റിമൈനിങ് എത്ര വർക്ക് ഉണ്ട്? ഇനി റിമൈനിങ് 8 വർക്ക്സ് ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതായത് 4 days കഴിയുമ്പോൾ 72 വർക്ക്സ് ആണ് കംപ്ലീറ്റ് ആവുന്നത്. ബാക്കി 8 വർക്ക് കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ ഇനി എത്രയാണ് ചെയ്യാനുള്ളത്? 8 വർക്ക് ഡിവൈഡഡ് ബൈ രണ്ടുപേരും കൂടി ചെയ്യുന്നത് 18. അപ്പോൾ നമുക്ക് ഡേയ്സ് കിട്ടുക 4 days and 18/80. അത് 8/18. 8/18 നമുക്ക് കട്ട് ചെയ്ത് ചെറുതാക്കാൻ പറ്റും, അതായത് 4/9 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഡേയ്സ് എന്ന് പറയുന്നത് 4/9 days എന്നാണ് വരിക. ഓക്കെ, ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 4/9 days. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈം ആൻഡ് വർക്കിലെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ. 45 persons can do a piece of work in 16 days. 6 days after they started their work, 30 more persons joined them. Now, how many days
will they work together take to complete the remaining work? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ വെച്ചാൽ 45 പേര് ഒരു പീസ് ഓഫ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 16 days ആണ് എടുക്കുന്നത്. ഒരു പെർട്ടിക്കുലർ വർക്ക് 45 പേര് നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ 16 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, 6 days after they started their work, അതായത് അവരങ്ങനെ 45 പേര് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു, 6 ദിവസം അവർ വർക്ക് ചെയ്തു. ഓക്കെ, 6 ദിവസത്തിന് ടോട്ടൽ അവർ 16 ദിവസമാണ് എടുക്കുക, അതിൽ 6 ദിവസം അവർ വർക്ക് ചെയ്തു 45 പേര്. അതിനുശേഷം 30 more person joined them. 45 പേരുടെ കൂടെ ഒരു 30 പേര് കൂടി എക്സ്ട്രാ വന്നു. ഓക്കെ, അതായത് അപ്പോൾ എത്ര പേരായി? 75 പേരായി അല്ലേ? അപ്പോൾ 6 ദിവസം കഴിഞ്ഞപ്പോൾ ആളുകളുടെ എണ്ണം എത്രയായി? 75 ആയി. അങ്ങനെയാണെങ്കിൽ ഇനി എത്ര ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തുണ്ടാവും? ഡേയ്സ് എന്തായാലും കുറയും അല്ലേ? അപ്പോൾ ആദ്യം 45 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 30 പേരും കൂടി അഡീഷണൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും അത്രയും ദിവസം പിടിക്കില്ല, അത്രയും പെട്ടെന്ന് വർക്ക് കഴിയുകയാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസമാണ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. സോ ഇവിടെ ടോട്ടൽ വർക്ക് എന്താണെന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 45% എത്ര ദിവസം വർക്ക് ചെയ്യുന്നത്? 16 days ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 45 × 16 is equal to 720 units എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 720 യൂണിറ്റ് ആണ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് 6 days, ആദ്യത്തെ 6 ദിവസം ഈ 45 പേര് മാത്രമാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവരെത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്? 45 പേര് 6 ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 45 × 6 270 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 720 യൂണിറ്റ്സിലേക്ക് 270 യൂണിറ്റ്സ് ആദ്യത്തെ 6 days കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഇനി ബാക്കി എത്ര വരുന്നുണ്ട്? റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് 720 ഈ 270 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 450 യൂണിറ്റ്സ് എന്ന് കിട്ടും. അപ്പോൾ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ള വർക്ക് എന്ന് പറയുന്നത് 450 യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഇനി ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 30 പേര് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ പുതിയ നമ്പർ ഓഫ് എംപ്ലോയീസ് എത്രയാണ്? ന്യൂ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നത് ആദ്യം 45 ആണ് ഉണ്ടായിരുന്നത്, അതിലേക്ക് 30 പേരും കൂടി കൂടുതൽ വന്നു. അപ്പോൾ ടോട്ടൽ 75 പേരായി മാറി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കിയുള്ള വർക്ക്, അതായത് 450 യൂണിറ്റ്സ് ഓഫ് വർക്ക് ഇനി ചെയ്യാൻ പോകുന്നത് എത്ര പേരാണ്? 75 പേരാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവർ എത്ര ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുക? 450നെ ഈ 75 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 450 ഡിവൈഡഡ് ബൈ 75 ചെയ്യുന്ന സമയത്ത് നമുക്ക് 6 days എന്ന് കിട്ടും. അപ്പോൾ ഇനി റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുക്കും? 6 days ആണ് എടുക്കുക. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് വരിക. ഓപ്ഷൻ ഡി 6 days. സോ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളിപ്പോൾ 2 ടൈം ആൻഡ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതൊരു ഫ്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. ദ ന്യൂമറേറ്റർ ഓഫ് എ ഫ്രാക്ഷൻ ഈസ് 4 less than its denominator. If the numerator is decreased by 2 and the denominator is increased by 1, then the denominator becomes 8 times the numerator. Find the fraction. ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളെടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ ഒരു ഫ്രാക്ഷൻ, ഇപ്പോൾ ന്യൂമറേറ്റർ ഉണ്ട് ഡിനോമിനേറ്റർ ഉണ്ട് അല്ലേ? അപ്പോൾ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 4 less than ഡിനോമിനേറ്റർ ആണ്. ഡിനോമിനേറ്ററിനേക്കാൾ 4 കുറവാണ് ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിനുശേഷം പിന്നെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ന്യൂമറേറ്റർ എന്നുള്ളത് 2 കുറയുന്നുണ്ട്, അതുപോലെ ഡിനോമിനേറ്റർ എന്നുള്ളത് 1 കൂടുന്നുണ്ട്. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് ഡിനോമിനേറ്റർ എന്നുള്ളത് ന്യൂമറേറ്ററിൻ്റെ 8 times ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 3/7, ഓപ്ഷൻ ബി 3/9, ഓപ്ഷൻ സി 3/8 ആൻഡ് ഓപ്ഷൻ ഡി 2/7. ഓക്കെ, അപ്പം ഇതിൽ ഏതാണ് ആ ഫ്രാക്ഷൻ വരുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ നേരിട്ടിട്ട് ഈ ആൻസർ ആയിട്ട് തന്നില്ല, ഓപ്ഷൻസ് ആയിട്ട് തന്നതിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം 3/7. നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 4 less than ഡിനോമിനേറ്റർ ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ വരുന്നത് നോക്കുക. അപ്പോൾ 3യും 7ഉം എടുക്കുന്ന സമയത്ത് ആണ് അല്ലേ, 7നേക്കാൾ 4 കുറവാണ് ന്യൂമറേറ്റർ ആയി 3 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി അടുത്ത് നോക്കാം. 3/9 നോക്കുന്ന സമയത്ത് 9നേക്കാൾ 4 ആണോ കുറവ്? അല്ല, 6 ആണ് കുറവ് അല്ലേ? അപ്പോൾ അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. 3യും 8ഉം 8നേക്കാളാണോ? 8നേക്കാൾ 4 കുറവാണോ? 3 അല്ല, അപ്പോൾ അതും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അടുത്ത ഓപ്ഷൻ നോക്കുക. 2ഉം 7ഉം. അപ്പോൾ 7ന് 4 പോയി കഴിഞ്ഞാൽ 2 അല്ല അല്ലേ? അപ്പോൾ അതും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആകെ ഇവിടെ നമുക്ക് 3/7 മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഫ്രാക്ഷൻ ഉള്ളൂ. അപ്പോൾ അത് തന്നെയായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. പക്ഷെ ഉറപ്പിക്കുന്നതിനേക്കാൾ മുന്നേ നമുക്ക് അതിൽ രണ്ടാമത് പറഞ്ഞ കണ്ടീഷൻ കൂടി ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ നോക്കാം. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് ഇതാണ്. ന്യൂമറേറ്റർ എന്നുള്ളത് 2 കുറയുന്നു അല്ലേ? ന്യൂമറേറ്റർ 2 പോയി കഴിഞ്ഞാൽ 3ന്ന് 2 പോയി എത്രയാണ്? 1 കിട്ടും. അതുപോലെ ഡിനോമിനേറ്റർ എന്നുള്ളത്
1 കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 എന്നുള്ളത് എന്തായി മാറി 8 ആയി മാറി. അപ്പോൾ പുതിയ ഫ്രാക്ഷൻ എന്നുള്ളത് എന്തായി മാറും 1/8 എന്നായി മാറും അല്ലെ. 3 2 പോയി കഴിഞ്ഞാൽ 1 എന്ന് വരും. 7ന്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 എന്ന് വരും. അപ്പോൾ നമ്മുടെ പുതിയ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/8 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ then the denominator become 8 times the numerator എന്നാണ് പറയുന്നത്. ന്യൂമറേറ്ററിനേക്കാൾ 8 ടൈംസ് കൂടുതൽ ആയിരിക്കും ആണ് എന്തെന്ന് പറയുന്നത് ഡിനോമിനേറ്റർ അല്ലേ. 1 × 8 ആണ് 8 എന്ന് പറയുന്നത്. അപ്പോൾ ആ കണ്ടീഷനും ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 3/7 ആയിരിക്കും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി നമുക്ക് 4th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ട്രൂ. ഇവിടെ നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോരോ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് നോക്കാം. എ എന്ന് പറയുന്നത് the average of given data is less than the greatest observation and greater than the smallest observation of the given data. അതായത് നമ്മളിപ്പോൾ ഒരു കൂട്ടം ഒബ്സർവേഷൻസ് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഈ ആവറേജ് എന്ന് പറയുന്ന നമ്പർ അത് ആ നമ്പേഴ്സ് ഉണ്ടല്ലോ, എല്ലാ നമ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ അതിൽ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷനേക്കാൾ ആവറേജ് കുറവുമായിരിക്കും, അതുപോലെ സ്മോളസ്റ്റ് അതിനേക്കാൾ കൂടുതലും ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കി നോക്കാം, അപ്പോഴായിരിക്കും കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് 3 നമ്പേഴ്സ് എടുക്കുകയാണ്. 5, 7, 15 അങ്ങനെ 3 നമ്പേഴ്സ് എടുക്കുന്നു. അപ്പോൾ ഈ 3 നമ്പേഴ്സ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആവറേജ് എത്രയായിരിക്കും? 3 കൂടി ആഡ് ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. 5 + 7 + 15 ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ എന്ന് പറയുമ്പോൾ 15 × 5 = 20, 27/3. അതായത് നമുക്ക് ആവറേജ് എന്നുള്ളത് 9 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ആവറേജ് എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ ഇനി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കാം. പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ചെറിയ നമ്പർ എന്ന് പറയുന്നത് ആവറേജിനേക്കാൾ ചെറുതും വലിയ നമ്പർ എന്ന് പറയുന്നത് ആവറേജിനേക്കാൾ വലുതും ആയിരിക്കും എന്നാണ് പറയുന്നത്, വലിയ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ. ഇവിടുത്തെ ചെറിയ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 5 ആണ്. 5 ആവറേജിനേക്കാൾ ചെറുതാണ്. അതുപോലെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 15 ആണ്. 15 എന്ന് പറയുന്നത് ആവറേജിനേക്കാൾ വലുതാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. If the observations of a given data are equal, then the average of the data may or may not be same as the observation. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഡാറ്റയിൽ തന്നിട്ടുള്ള എല്ലാ ഒബ്സർവേഷൻസും ഈക്വൽ ആണെങ്കിൽ, അപ്പോൾ നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് 5, 5, 5 എന്നാണ് എടുക്കുന്നത്. എല്ലാ ഒബ്സർവേഷനും 5 ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആവറേജ് എന്താ വരിക? ആവറേജ് എന്ന് പറയുന്നത് 5 + 5 + 5 / 3 ആയിരിക്കും അല്ലേ. അപ്പോൾ 5 + 5 + 5 എന്ന് പറയുമ്പോൾ 15 വരും. 15/3 എന്ന് പറയുമ്പോൾ നമുക്ക് ആവറേജ് 5 തന്നെയാണ് കിട്ടുക അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു എല്ലാ ഒബ്സർവേഷൻസും ഈക്വൽ ആണെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് എന്തുതന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. പക്ഷെ ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മേ ഓർ മേ നോട്ട് ബി സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ? അല്ല, അത് തെറ്റാണ് അല്ലേ. മേ ഓർ മേ നോട്ട് ബി സെയിം എന്നല്ല പറയേണ്ടത്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒബ്സർവേഷൻസ് എല്ലാം ഈക്വൽ ആണെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇഫ് ഓൾ ദ ഒബ്സർവേഷൻസ് ഓഫ് എ ഗിവൺ ഡാറ്റ ഗെറ്റ് ഇൻക്രീസ്ഡ് ബൈ എക്സ്, ദെൻ ദെയർ ആവറേജ് ഈസ് ഓൾസോ ഇൻക്രീസ്ഡ് ബൈ എക്സ്. നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കാം. ഇപ്പം നമ്മളിവിടെ എടുക്കുന്നത് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് 5, 7, 15 അങ്ങനെ 3 ഒബ്സർവേഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് എത്രയാണ് വരിക നോക്കാം. 5 + 7 + 15 ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 15 + 5 എന്ന് പറയുമ്പോൾ 20, 27/3 ചെയ്യുമ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും. ആവറേജ് എന്നുള്ളത് 9 എന്ന് കിട്ടും. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ ഒബ്സർവേഷൻസും എന്ത് ചെയ്യാണ്? ഒരു പെർട്ടിക്കുലർ നമ്പർ വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യണം, എക്സ് വെച്ച് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എക്സ് എന്നുള്ളത് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് 3 ആണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാ ഒബ്സർവേഷനും 3 വെച്ച് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ 5 + 3 എന്ന് പറയുമ്പോൾ 8 ആവുന്നു. 7 + 3 എന്ന് പറയുമ്പോൾ 10 ആവുന്നു. 15 + 3 എന്ന് പറയുമ്പോൾ 18 ആവുന്നു. അപ്പോൾ പുതിയ വാല്യൂസ് നമുക്ക് കിട്ടി. 8 കിട്ടി, 10 കിട്ടി, 18 കിട്ടി. ഇനി അതിൻ്റെ ആവറേജ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. അപ്പോൾ 8 + 10 + 18 ചെയ്ത് /3 ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവറേജ് 12 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത് 9 ആയിരുന്നു. അതിനുശേഷം എല്ലാ വാല്യൂസും 3 വെച്ചിട്ട് ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ എക്സ് വെച്ച് ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മുടെ ആവറേജ് എന്നുള്ളത് എന്തായി മാറി? 12 ആയി മാറി അല്ലേ. അപ്പം 9നേക്കാൾ 3 കൂടുതലാണ് എന്തെന്ന് പറയുന്നത്? 12 എന്ന് പറയുന്നത്. അതായത് ഇതിൽ നമുക്ക് എന്താ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക? എല്ലാ വാല്യൂസും ഒരു പെർട്ടിക്കുലർ നമ്പർ വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ നമ്പറിൽ ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇഫ് ഓൾ ദ ഒബ്സർവേഷൻസ് ഓഫ് എ ഗിവൺ ഡാറ്റ ആർ ഡിവൈഡഡ് ബൈ എക്സ്, ദെൻ ദെയർ ആവറേജ് മേ ഓർ മേ നോട്ട് ചേഞ്ച്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, അതിന് നമ്മൾ ആവറേജ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു.
അതിനുശേഷം ഈ എല്ലാ ഒബ്സർവേഷനും നമ്മളൊരു പെർട്ടിക്കുലർ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഒരു പെർട്ടിക്കുലർ നമ്പർ കൊണ്ട് എല്ലാ ഒബ്സർവേഷനും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആവറേജിന് എന്ത് സംഭവിക്കും അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ 10, 20, 30 എടുക്കണം, 3 നമ്പേഴ്സ്. അപ്പോൾ അതിന് ആവറേജ് എന്താ വരിക? 10 + 20 + 30 ഡിവൈഡഡ് ബൈ 3 ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവറേജ് 20 എന്ന് കിട്ടും. ഇനി നമ്മൾ പറയുന്നത് ഒരു പെർട്ടിക്കുലർ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ x 5 ആയിട്ട് എടുക്കുകയാണ്. ആ 5 കൊണ്ട് ഈ എല്ലാ ഒബ്സർവേഷനും നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും, 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും, 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. ഇനി അതിൻ്റെ ആവറേജ് ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. അപ്പോൾ 2 + 4 + 6 ഡിവൈഡഡ് ബൈ 3 ചെയ്യുന്ന സമയത്ത് നമുക്ക് 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നോക്കി നോക്കൂ, ആദ്യത്തെ 3 വാല്യൂസ് അതിൻ്റെ ആവറേജ് എന്നുള്ളത് 20 ആയിരുന്നു. അതിനുശേഷം നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ കൊണ്ട് എല്ലാ ഒബ്സർവേഷനും ഡിവൈഡ് ചെയ്തു. എല്ലാ ഒബ്സർവേഷനും ഡിവൈഡ് ചെയ്തപ്പോൾ അതിൻ്റെ ആവറേജ് എന്നുള്ളത് എന്തായി മാറി? 4 എന്ന് പറഞ്ഞാൽ എന്താ? 20നെ ഈ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ തന്നെയാണ് ഈ 4 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്ന് നമുക്ക് എന്താ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക? എല്ലാ ഒബ്സർവേഷനെയും ഒരു പെർട്ടിക്കുലർ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്, പുതിയ ആവറേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പഴയ ആവറേജിനെ ആ ഒരു പെർട്ടിക്കുലർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആ സ്റ്റേറ്റ്മെന്റ് നോക്കി നോക്കും. പക്ഷെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇഫ് ഓൾ ദ ഒബ്സർവേഷൻസ് ഓഫ് എ ഗിവൺ ഡാറ്റ ആർ ഡിവൈഡഡ് ബൈ എക്സ് then their average may or may not change എന്നാണ് പറയുന്നത്. തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എയും സിയും ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എയും സിയും ആണ് ട്രൂ ആയിട്ടുള്ളത്. ഡിയും എന്താണ്? തെറ്റാണ്. കാരണം അവിടെ മേ ഓർ മേ നോട്ട് ബി സെയിം അങ്ങനെ ഒരു വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് രണ്ടും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 എ ആൻഡ് സി ഓൺലി, അതാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് നമ്മളോട് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളതെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന ഓരോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം നമുക്ക് ഈ ആവറേജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ അത് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, സോ നമുക്കിനി 5th ക്വസ്റ്റ്യൻ നോക്കാം. ദ ആവറേജ് ഏജ് ഗ്രൂപ്പ് ഓഫ് എ വർക്കർ ഈസ് 42 years. ഇഫ് 8 new workers having average age 36 join this group of workers, then the average of the group becomes 40 years. Find the number of workers present in the group initially. അപ്പോൾ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പിൽ എത്ര വർക്കേഴ്സ് ഉണ്ടെന്ന് നമുക്ക് തന്നിട്ടില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് ഉണ്ടെന്നേ പറയുന്നുള്ളൂ. അവരുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 42 years ആണ്. ഇനി പറയുന്നത് ഇതിലേക്ക് ഒരു 8 ന്യൂ വർക്കേഴ്സ് വരുന്നുണ്ട്. ആ 8 ന്യൂ വർക്കേഴ്സിന്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 8 പേരുടെ മാത്രം അവരുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 36 ആണ്. അങ്ങനെ 36 ആവറേജ് ഏജ് ഉള്ള 8 പേര് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അങ്ങനെ ആവുന്ന സമയത്ത് ടോട്ടൽ ഇപ്പോൾ ആദ്യം ഒരു n നമ്പർ ഓഫ് പീപ്പിൾ ആണ് ഉണ്ടായിരുന്നത്, അതിലേക്ക് ഒരു 8 പേരും കൂടി ആഡ് ആയി. അപ്പോൾ അങ്ങനെ ആയപ്പോൾ പുതിയ ആവറേജ് എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടിയുള്ള പുതിയ ആവറേജ് എന്ന് പറയുന്നത് 40 years ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം എത്ര പേരുണ്ടായിരുന്നു, n എത്രയാണ്, അതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 17, ഓപ്ഷൻ ബി 16, ഓപ്ഷൻ സി 18 ആൻഡ് ഓപ്ഷൻ ഡി 20. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമുള്ള നമ്പർ ഓഫ് വർക്കേഴ്സ് ഉള്ളത് n ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ അവരുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 42 years ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ടോട്ടൽ ഏജ് എത്രയാണ്? 42 × n, 42 n ആയിരിക്കും അല്ലേ? ഇനി ഇതിലേക്ക് 8 പേരാണ് പുതിയതായിട്ട് വരുന്നത്. 8 ന്യൂ വർക്കേഴ്സ് വരുന്നുണ്ട്. അവരുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 36 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ടോട്ടൽ ഏജ് എത്രയായിരിക്കും? ഈ 8 പേരുടെ 8 × 36 അല്ലേ? അപ്പോൾ 288 എന്ന് കിട്ടും. അപ്പോൾ അവരുടെ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് 288 ആണ്. ഇനി പുതിയ ആവറേജ്, അതായത് എല്ലാവരുടെയും കൂടി നോക്കുന്ന സമയത്ത് എങ്ങനെ ആവറേജ് കണ്ടുപിടിക്കുക? ആദ്യത്തെ ടോട്ടൽ എന്ന് പറയുന്നത് 42 n ആണ്. പ്ലസ് അതിലേക്ക് 288 ആണ് പുതിയ ടോട്ടൽ വന്നിരിക്കുന്നത്. രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. 42 n + 288 ഡിവൈഡഡ് ബൈ ആദ്യത്തെ നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നത് n ആണ്, പുതിയതായിട്ട് വന്നത് 8 ആണ് അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ n + 8 ഈക്വൽ ടു പുതിയ ആവറേജ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 40 years ആണ്. 40. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുക? അതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് 42 n + 288 × 1 ആണ് വരുന്നത്. അപ്പോൾ 42 n + 288 ഈക്വൽ ടു 40 × n + 8 എന്ന് വരും. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 42 n + 288 ഈക്വൽ ടു 40 n + 320 എന്ന് വരും. അപ്പോൾ 42 n എന്ന് 40 n മൈനസ് ചെയ്യുന്ന സമയത്ത് 2n ഈസ് ഈക്വൽ ടു 320 - 288, അതായത് 32 എന്ന് കിട്ടും. അപ്പോൾ n എന്ന് പറയുന്നത് 16 എന്ന് കിട്ടും. 32 ഡിവൈഡഡ് ബൈ 2 16 എന്ന് കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ഇനീഷ്യലി ഉണ്ടായിരുന്ന വർക്കേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 16 ആണെന്ന് കിട്ടും. ഓക്കെ,
അപ്പോൾ ഇതൊരു ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ മെയിൻലി ടൈം ആൻഡ് വർക്കും അതുപോലെ എന്താ പറയുക ആവറേജ് റിലേറ്റഡ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.